വന്നിട്ടാങ്കടാ വന്നിട്ട സൂര്യ നായകനാവുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം കൊങ്കുവ. കൊങ്കുവയുടെ ട്രെയിലർ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തിയിട്ടുണ്ട്. ട്രെയിലർ കണ്ട എല്ലാവരും എന്നെ പോലെ തന്നെ ആവേശത്തിലാണ്. പടത്തിൻ്റെ ആകാംക്ഷയെപ്പറ്റി ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ അവർക്ക് കൊടുക്കാൻ 1 ലൈനിൽ എനിക്കൊരു ആൻസർ ഉണ്ടായിരുന്നു. എനിക്ക് ഡയറക്ടർ ശിവാവെ മട്ടുംതാനെ ഭയം, മത്തപ്പടി ഞാൻ ഐ ലവിങ്. പക്ഷേ ഇന്നത്തെ ട്രെയിലറിലൂടെ ഫാൻസിനെ മൊത്തത്തിൽ തന്നെ കയ്യിലെടുക്കുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത്. ഒക്ടോബർ 10 റിലീസിനെത്തുന്ന കൊങ്കുവയിൽ 2 ഗെറ്റപ്പുകളിലായാണ് സൂര്യ എത്തുന്നത്. 2 കാലഘട്ടങ്ങളിലെ കഥാപാത്രങ്ങളായാണ് സൂര്യ ഇതിൽ വരിക. 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലെത്തുന്ന ഒരു യോദ്ധാവിൻ്റെ ക്യാരക്ടറാണ് ശിവ എന്ന ഡയറക്ടർ ട്രെയിലറിലൂടെ അഴിച്ചുവിട്ടിരിക്കുന്നത്, അഴിഞ്ഞാടാൻ വിട്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ പറയണം. അനിമൽ സിനിമയിൽ ഏറെ ആഘോഷിക്കപ്പെട്ട വില്ലൻ വേഷത്തിന് ശേഷം ബോബി ഡിയോളിൻ്റെതായി റിലീസിനെത്തുന്ന ചിത്രം കൂടിയാണ് കൊങ്കുവ. ബോളിവുഡ് താരം ദിഷ പട്ടാനിയാണ് സൂര്യയുടെ നായികയായി വരുന്നത്. സ്റ്റുഡിയോ ഗ്രീനും UV ക്രിയേഷനും ചേർന്ന് നിർമ്മിക്കുന്ന സിനിമയുടെ ബഡ്ജറ്റ് 350 കോടിയാണ്. ദേവി ശ്രീ പ്രസാദാണ് സംഗീതം, ഛായാഗ്രഹണം വെട്രി പളനിസ്വാമി. മലയാളത്തിലെ എഡിറ്റിംഗ് വിദഗ്ധനായ നിഷാദ് യൂസഫാണ് ഈ ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ഗോകുലം മൂവീസാണ് കേരളത്തിൽ നമുക്ക് കാണാൻ വേണ്ടി വിതരണത്തിനെത്തിക്കുന്നത്. ട്രെയിലർ തുടങ്ങുന്നത് തന്നെ യൂസ് ഹെഡ്ഫോൺസ് ഫോർ കില്ലർ എക്സ്പീരിയൻസ് എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ്. സൂര്യയുടെ പുറകുവശത്തിൽ നിന്ന് തുടങ്ങുന്ന വിഷ്വൽസ് പിന്നീട് അത് അവസാനിക്കുന്നത് വരെ കൊങ്കുവയുടെ മായാ ലോകം തന്നെ നമുക്ക് തുറന്നു കാണിക്കുന്നുണ്ട് ഡയറക്ടർ ശിവ. ട്രെയിലറിന്റെ ക്ലൈമാക്സിൽ കുതിരപ്പുറത്ത് തലയോട്ടികൾ വീശിയെറിഞ്ഞുകൊണ്ട് കുതിരപ്പുറത്ത് വരുന്ന ആളുടെ അവ്യക്തമായൊരു ഫേസ് കാണുന്നുണ്ട്. അത് കാർത്തിയാണോ എന്നാണ് ഇപ്പോഴുള്ള ഒരു ഡൗട്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ റോളക്സിനും കൈദിക്കും മുൻപേ ഇങ്ങനൊരു കോംബോ തിയേറ്ററിൽ ഈ അടുത്ത് തന്നെ കാണാൻ സാധിക്കും. ഒക്ടോബർ 10 ആഗോള വ്യാപകമായി റിലീസിനെത്തുന്ന കൊങ്കുവ 38 ഭാഷകളിലായിട്ടാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. 350 കോടിയാണ് കൊങ്കുവയുടെ ബഡ്ജറ്റ്. കേരളക്കര കാത്തിരിക്കുകയാണ് ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിനായി. വിവേകും മദൻ കൽക്കിയും ചേർന്നാണ് ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത്. സംഘടന സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സുപ്രീം സുന്ദറാണ്. UV ക്രിയേഷൻസിന്റെ ബാനറിൽ വംശി പ്രമോദും സ്റ്റുഡിയോ ഗ്രീനിന്റെ ബാനറിൽ KE ജ്ഞാനവേലും രാജിയും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം. 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലെ കഥ പറയുന്ന കൊങ്കുവയിൽ ഒരു യോദ്ധാവിന്റെ വേഷത്തിലാണ് സൂര്യ എത്തുന്നത്. ആ ഒരു വേഷം തന്നെ പോരെ നമുക്ക് തിയേറ്ററിലേക്ക് അടിച്ചു കയറാൻ. ട്രെയിലറിൽ സൂര്യയുടെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, രക്തവും ഞാൻ രക്തവും വെവ്വേറാ. എന്നാൽ ഇനി ഒക്ടോബർ 10 കാണാം.